ഇന്നും നമ്മൾ ചിന്തിക്കുന്നത് സ്തേഫാനോസിന്റെ പ്രസംഗത്തിലെ ചരിത്രപരമായ ചില വ്യത്യാസങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. എന്നാൽ നമ്മൾ ഒന്ന് ഓടിച്ച് സ്തേഫാനോസിന്റെ പ്രസംഗത്തിന് കൂടെ നമ്മളൊന്ന് കടന്നു പോവുകയാണ്. എന്തെല്ലാം വിഷയങ്ങളാണ് സ്തേഫാനോസ് തന്റെ പ്രസംഗത്തില് കൊള്ളിച്ചത് അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സ്തേഫാനോസിന്റെ പ്രസംഗത്തെ പോലെ ഇത്രയും വിശാലമായൊരു പ്രസംഗം നമുക്ക് വേറെ എങ്ങും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടാമത്തെ വാക്യം, നിങ്ങൾ 7-ാമത്തെ അധ്യായം നിങ്ങൾ എടുക്കുക. രണ്ടാമത്തെ വാക്യം, തേജോമയനായ ദൈവം മെസൊപ്പൊത്താമ്യയിൽ അബ്രാഹാമിന് പ്രത്യക്ഷമായ കാര്യമാണ് രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. തേജോമയനായ ദൈവം മെസൊപ്പൊത്താമ്യയിൽ വെച്ച് അബ്രാഹാമിന് പ്രത്യക്ഷനായി. ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് സ്തേഫാനോസ് തന്റെ സംവാദം ആരംഭിക്കുന്നത്. നമ്മൾ യോശുവയുടെ പുസ്തകം 24-ന്റെ 2-ാമത്തെ വാക്യവും ഉൽപ്പത്തി പുസ്തകം യോശുവയുടെ പുസ്തകം 24-ന്റെ 2-ാം വാക്യം, അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 27 മുതൽ 12-ന്റെ 9 വരെയുള്ള ഭാഗങ്ങളെ ഇവിടെ സ്തേഫാനോസ് യോജിപ്പിക്കുകയാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ മധ്യഭാഗത്തായിട്ടാണ് മെസൊപ്പൊത്താമ്യ സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് നദികളുടെ തീരത്താണ് കൽദയരുടെ നഗരമായ ഊര് സ്ഥിതി ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് ലഭിക്കും. ഇനി 3-ാം വാക്യം നമുക്ക് നോക്കാം. 3-ാമത്തെ വാക്യം, ഈ തേജോമയനായ ദൈവം ചാർച്ചക്കാരെ വിട്ട് ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് ചെല്ലുക എന്ന് അബ്രാഹാമിനോട് പറഞ്ഞു. അബ്രാഹാമിനോട് പുറപ്പെടാൻ പറഞ്ഞ കാര്യം സ്തേഫാനോസ് തന്റെ പ്രസംഗത്തിൽ ഉൾക്കൊള്ളിച്ചു. 4-ാമത്തെ വാക്യം, അബ്രാഹാം അത് അനുസരിച്ചു, ഹാരാനിൽ വന്ന് പാർത്തു. ചാർച്ചക്കാരെ വിടണമെന്ന് പറഞ്ഞുവെങ്കിലും പിതാവായ തേരഹിന്റെ മരണം വരെ അവൻ ഹാരാൻ വിട്ടുപോയില്ല. 5-ാം വാക്യം നിങ്ങൾ നോക്കണേ. അബ്രഹാമിന് കനാൻ നാട്ടിൽ അവകാശം നൽകിയില്ലെങ്കിലും അവന്റെ സന്തതികൾക്ക് അത് നൽകുമെന്ന് ദൈവം വാഗ്ദാനം നൽകിയെന്ന് സ്തേഫാനോസ് പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 11-ന്റെ 30-ാമത്തെ വാക്യം, 7-ന്റെ 6-ാം വാക്യം നോക്കൂ. തന്റെ സന്തതികൾ ഉടനെ കനാൻ നാട് കൈവശമാക്കുകയില്ലെന്നും 400 സംവത്സരം മിസ്രയീമിലെ അടിമകളായി പാർക്കുമെന്നും അവിടെ വർദ്ധിച്ച് പെരുകുമെന്നും ദൈവം കൽപ്പിച്ചു. ഉൽപ്പത്തി 15-ന്റെ 13-ാമത്തെ വാക്യം. ഏതെല്ലാം ഭാഗങ്ങളാണ് സ്തേഫാനോസ് തന്റെ പ്രസംഗത്തിൽ കോട്ട് ചെയ്തെന്ന് നമ്മൾ ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവുക. പുറപ്പാട് 12-ന്റെ 40-ലും പിന്നെ പുറപ്പാട് 12-ന്റെ 40-ലും പിന്നെ ഗലാത്യർ 3-ന്റെ 17-ലും പറയുന്നത് 430 എന്നാണ്. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണല്ലോ. 7-ാം വാക്യം, ഏഴാം വാക്യത്തില്, എന്നാൽ ദൈവം മിസ്രയീമിലെ ന്യായം വിധിച്ചു, ജനത്തെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുമെന്നും കനാൻ നാട് അവർക്ക് നൽകുമെന്നും കൽപ്പിച്ചു. ഉൽപ്പത്തി 15-ന്റെ 14-ാമത്തെ വാക്യം. 7-ന്റെ 8-ാം വാക്യം നോക്കൂ. അപ്പോ 7-ന്റെ 7-ാം വാക്യത്തിൽ എങ്ങനെയാണ്? തേജോമയനായ ദൈവം അവന്റെ ജനത്തെ പുറപ്പെടുവിച്ച് അവർക്കത് നൽകും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞ കാര്യം സ്തേഫാനോസ് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യാണ്.
7ന്റെ 8 വാക്യം. അനന്തരം ദൈവം അബ്രാഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയാണ് 15ന്റെ 18 വാക്യം. ഉൽപ്പത്തി 15ന്റെ 18. ഉൽപ്പത്തി 15ന്റെ 18. പരിച്ഛേദന ഏൽക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. പരിച്ഛേദനയെ കുറിച്ച് പറഞ്ഞു. ഉൽപ്പത്തി 17ന്റെ 7 മുതൽ 14 വരെ, 7ന്റെ 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ യോസഫിനെ കുറിച്ചാണ് പറയുന്നത്. യോസഫും സഹോദരന്മാരുമാണ് ആ വാക്യത്തിലെ പ്രതിപാദ്യ വിഷയം. മറ്റ് സഹോദരന്മാർക്ക് യോസഫിനോട് അസൂയ തോന്നാൻ കാരണം എന്താണ്? അതിന്റെ മറുപടി 37ന്റെ ഉൽപ്പത്തി 37ന്റെ 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ കാണാം. യോസഫിന്റെ കാര്യം പ്രത്യേകം ഇവിടെ സ്തെഫാനോസ് എടുത്തു പറയുന്നു. യോസഫിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചാൽ, യോസഫിന്റെ സഹോദരന്മാർ അവനെ 20 വെള്ളിക്കാശിന് ജാതികൾക്ക് വിറ്റു. 20 വെള്ളിക്കാശിന് ജാതികൾക്ക് വിറ്റു. ഉൽപ്പത്തി 37ന്റെ 28. 1. 2. അസൂയ മൂലമാണ് അവരത് ചെയ്തത്. 3. ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി 39ന്റെ 2. 4. യൗസേപ്പ് കനാനിൽ അല്ലാത്തത് കൊണ്ട് ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. മാത്രമല്ല, അവനെ മിസ്രയീമിനും ഫറവോനും അധിപതിയാക്കി. ഞാൻ ഇത്രയും പറഞ്ഞത് ഈ 4 കാര്യങ്ങൾ യൗസേപ്പിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത് പോലെ തന്നെ നമുക്ക് യേശുവിനോടുള്ള ബന്ധത്തിലും നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. യൗസേപ്പ് ഇവിടെ 2 പേരുടെ കാര്യമാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ഒന്ന് യൗസേപ്പിനെ കുറിച്ചും മറ്റൊന്ന് മോശയെ കുറിച്ചുമാണ്. യൗസേപ്പിനെ അവന്റെ സഹോദരങ്ങൾ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു, ചെല്ലിക്കാശിന് വിറ്റു. പക്ഷെ ദൈവം അവനോട് കൂടെ ഇരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ, യൂദ കർത്താവിനെ 30 വെള്ളിക്കാശിന് യഹൂദന്മാർക്ക് വിറ്റു. മത്തായി 26ന്റെ 14 മുതൽ 16 വരെ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കാരണം? മഹാപുരോഹിതന്മാർക്ക് യേശുവിനോട് അസൂയ തോന്നി. മർക്കോസ് 15ന്റെ 10. എന്നാൽ അടുത്തത്, ദൈവം ക്രിസ്തുവിനെയും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും അവനെ കർത്താവും ക്രിസ്തുവുമാക്കി വെക്കുകയും ചെയ്തു. പ്രവൃത്തികൾ 2ന്റെ 36. ഇപ്പൊ യൗസേപ്പിനെ മിസ്രയീമിന്റെ ഫറവോന്റെ അധിപതിയാക്കിയതുപോലെ സഹോദരങ്ങൾ ജാതികൾക്ക് വിറ്റു, അസൂയ മൂലം വിറ്റു. ആ യൗസേപ്പിനെ ഫറവോനും മിസ്രയീമിനും അധിപതിയാക്കിയതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ സഹോദരങ്ങൾ തന്നെ 20 വെള്ളിക്കാശിന് വിറ്റു, അസൂയ കൊണ്ട് വിറ്റു. യേശുക്രിസ്തുവിനെ പിതാവായ ദൈവം എന്ത് ചെയ്തു? മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. പ്രവൃത്തി 2ന്റെ 36. ഇനി 7ന്റെ 11, 12 വാക്യം നോക്കൂ. ഖനാനിലും മിസ്രയീമിലും ക്ഷാമമുണ്ടായി. എന്നാൽ യൗസേപ്പിന് നൽകിയ ജ്ഞാനം മൂലം മിസ്രയീമിൽ ധാന്യമുണ്ടായി. ആ കാര്യം പറയുകയാണ്. ഉൽപ്പത്തി 41ന്റെ 47 മുതൽ 54 വരെയുള്ള കാര്യങ്ങളാണ്. 7ന്റെ 13, 14 വാക്യങ്ങളില് സഹോദരന്മാർ 2ാം പ്രാവശ്യം ധാന്യം വാങ്ങാൻ ചെന്നപ്പോൾ
യൗസേപ്പ് തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണ് പറയുന്നത്. സഹോദരന്മാർ 2-ാം പ്രാവശ്യം ധാന്യം വാങ്ങാൻ ചെന്നപ്പോൾ വെളിപ്പെടുത്തിയ കാര്യം. അതിന്റെ കൂടെ മിസ്രയീമിൽ വന്നവർ 70 പേരാണ് എന്ന് സമർത്ഥിക്കുന്നു. ഉൽപ്പത്തി 46:27. എന്നാൽ ഇവിടെ സംഖ്യയിൽ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അത് യൗസേപ്പിന്റെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് 75 എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. 15-16 വാക്യം. 7:15-16 വാക്യം. സഹോദരന്മാർ അവനോട് ദോഷം ചെയ്തുവെങ്കിലും അവർക്ക് ഭക്ഷണം നൽകി അവർക്ക് രക്ഷകനായി തീർന്നു. ആ കാര്യം സ്തെഫാനോസ് പ്രതിപാദിക്കും. അടുത്തയാള് മോശയാണ്. 7:17-19 വരെയാണ് സ്തെഫാനോസിന്റെ പ്രസംഗത്തിലെ അടുത്ത സംഭവം. മോശയെ കുറിച്ചാണ്. മോശ മിസ്രയീമിൽ യഹൂദന്മാർ മാനിക്കുന്ന മോശയെ കുറിച്ച് അടുത്തത് പറയുന്നു. അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, അവർ മാനിക്കുന്ന യൗസേപ്പിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് അവർ മാനിക്കുന്ന മോശയെ കുറിച്ച് പറയുകയാണ്. 7:17 വാക്യം. തന്റെ സന്തതി 400ഓളം വർഷം മിസ്രയീമിൽ അടിമകളായിരിക്കും എന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞിരുന്നു എന്ന് പ്രസ്താവിക്കുന്നു. നമ്മൾ കണ്ടതാണ് ഉൽപ്പത്തി 15:13-14 വാക്യങ്ങളിൽ. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് എന്ന് പറയാം അവർ വളരെയേറെ വർദ്ധിച്ച് പെരുകി. ഏഴിന്റെ 18-19 വാക്യത്തില് അവരെ അറിയാത്ത ഒരു രാജാവുണ്ടായി. അവരെ അറിയാത്ത ഒരു രാജാവ് വന്നു. പുറപ്പാട് 1:8-22 വരെ. അവരെ അറിയാത്ത ഒരു രാജാവ് ഉണ്ടായി. 7:20-22 വരെയുള്ള വാക്യങ്ങളില് മിസ്രയീമിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കുന്നതിന് ദൈവം ഉപയോഗിക്കാൻ പോകുന്ന പുരുഷനെ ദൈവം ഒരുക്കുകയായിരുന്നു എന്ന് കാണാം. മിസ്രയീമിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കുന്നതിനായിട്ടുള്ള ഒരു പുരുഷനെ ദൈവം ഒരുക്കുന്നതായി വെളിപ്പെടുത്തുന്നു. വാക്യം 20. കർത്താവായ യേശുവിനെ ചൂണ്ടിക്കാണിക്കുന്ന നിരവധി സംഭവങ്ങൾ, നിരവധി കാര്യങ്ങൾ മോശയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ മോശയുടെ ജ്ഞാനത്തെ സംബന്ധിച്ചും മോശയെ കുറിച്ചെല്ലാം സവിസ്തരമായി സ്തെഫാനോസ് പറയുന്നു. 23-ാമത്തെ വാക്യം നോക്കുമ്പോൾ ഈ സംഭവം അഥവാ മോശയ്ക്ക് ഇസ്രായേൽ ജനവുമായി യാതൊരു ബന്ധവുമില്ലാതെ കൊട്ടാരത്തിൽ ഒരു മിസ്രയീമിനെ പോലെ ജീവിച്ച കാര്യം 7:23 സ്തെഫാനോസ് പറയുകയാണ്. എന്നിരുന്നാലും ഈ അടിമകൾ തന്റെ സ്വന്തം ജനമാണെന്നും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണെന്നും അവന് കേവലം 3 മാസം മാത്രം അമ്മയായ യോഖേബേദിനോടൊപ്പം കഴിഞ്ഞ കാലത്ത് അവന് കിട്ടിയ ജ്ഞാനം എങ്ങനെ കിട്ടി? ദൈവം അവന് കൊടുത്തു. തന്റെ ജനമാണ്, ദൈവത്തിന്റെ ജനമാണ് അടിമപ്പണി ചെയ്യുന്നത് എന്നുള്ള വസ്തുത ഗ്രഹിച്ച അവൻ കൊട്ടാരം വിട്ടിറങ്ങി. എബ്രായ ലേഖനം 11:14-26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 14-26 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവജനത്തിനു വേണ്ടിയുള്ള മോശയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇത് നാം വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഫറവോന്റെ കൊട്ടാരത്തിലെ സുഖസുഷുപ്തിയേക്കാൾ, ധനസമൃദ്ധിയേക്കാൾ ദാരിദ്ര്യവും അപമാനവും അന്തർഭവിച്ചിരുന്ന മരുഭൂമിയിലേക്ക് മോശ ഓടിപ്പോയി. പ്രതിഫലം നോക്കി ഫറവോന്റെ കൊട്ടാരത്തിൽ നിൽക്കുന്നതിനേക്കാൾ ദൈവജനത്തോടുകൂടി കഷ്ടം സഹിക്കുന്നതാണ് നല്ലതെന്ന് മോശ തെരഞ്ഞെടുത്ത് ഇറങ്ങി ഓടി. ഈ കാര്യമൊക്കെ സ്തെഫാനോസ് പ്രസ്താവിക്കുന്നു. 24 മുതൽ 28 വരെയുള്ള വാക്യം. മോശ ജനത്തെ സഹായിക്കാൻ ആഗ്രഹിച്ച കാര്യം പ്രസ്താവിക്കുകയാണ്. ഏഴിന്റെ 29 29 വാക്യം നോക്കി. മോശ ചെയ്തത് ഫറവോൻ കേട്ടു. മോശ അതറിഞ്ഞ്, ഫറവോൻ അറിഞ്ഞു എന്നറിഞ്ഞപ്പോ ജീവരക്ഷാർത്ഥം മിദ്യാനിലേക്ക് ഓടിപ്പോയി. അവിടെ വെച്ച് അവൻ 2 പുത്രന്മാരെ ജനിപ്പിച്ചു. പുത്രന്മാരുടെ പേരറിയാമോ? ഗെർശോം, എലിയാസർ. ഗെർശോം എന്ന വാക്കിന് പരദേശി എന്നാണ് അർത്ഥം. ഗെർശോം പരദേശി. പുറപ്പാട് 18:3-4 ഗെർശോം പരദേശി. രണ്ടാമന് എലിയാസർ, ദൈവം എനിക്ക് സഹായം. 2 മക്കളാണ് മോശയ്ക്ക് ജനിക്കണേ. അമ്മയുടെ പേരെന്നാ? അടുത്ത് 7:30 മുതൽ 35 വരെ. ദീർഘവർഷങ്ങൾ മോശ മിദ്യാനിലായിരുന്നു. അവിടെ വെച്ചാണ് പുരോഹിതനായ യിത്രോയുടെ മകളെ സിപ്പോറയെ വിവാഹം കഴിക്കുക ചെയ്യുന്നത്. ഓക്കെ. 7:31 മുതൽ 33 വരെ യഹോവയുടെ ദൂതൻ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ, അവിടെ പറയുന്ന യഹോവയുടെ ദൂതൻ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവായിരുന്നു. ഈ ദൈവശബ്ദം കേട്ടപ്പോൾ മോശ വാസ്തവത്തിൽ എന്ത് ചെയ്തു? ഭയപ്പെട്ടു പോയി. അവിടെ കേട്ടത്, ആ കേട്ട ദൈവശബ്ദം കർത്താവായ യേശുക്രിസ്തുവിന്റെ ശബ്ദമാണ് മോശയുടെ ചെവിയിൽ അലച്ചത്. അങ്ങനെ മരുഭൂമി വിശുദ്ധ സ്ഥലമായി മാറി. 7:34 അവനോട് കൂടെ, അല്ലെങ്കിൽ അവനോടുള്ള ദൈവത്തിന്റെ സന്ദേശം എന്തായിരുന്നു? മിസ്രയീമിൽ തന്റെ ജനത്തിന്റെ കഷ്ടത താൻ കണ്ടുവെന്നും അവരുടെ നിലവിളി താൻ കേട്ടു എന്നും അവരെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുമെന്നും പറഞ്ഞ വാഗ്ദത്തം മറന്നിട്ടില്ല എന്നും ദൈവം മോശയോട് അവിടെ വെച്ച് സംസാരിച്ചു. പുറപ്പാട് 3:24-25. ഇപ്പൊ മലയുടെ മുകളിൽ ഹോറേബിൽ വെച്ച് എന്താണ് സംസാരിച്ചത്? ഞാൻ അവരോട്, അബ്രാഹാമിനോട് ചെയ്ത ഉടമ്പടി ഞാൻ മറന്നിട്ടില്ല. അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടു. അതുകൊണ്ട് അവരെ ഏത് വിധത്തിലെങ്കിലും അടിമത്തത്തിൽ നിന്ന് വിടുവിക്കണം. ആ കാര്യം മോശയെ ധരിപ്പിച്ച വിഷയം സ്തെഫാനോസ് ഇവരെ ഓർമ്മപ്പെടുത്തുകയാണ്. 36 മുതൽ 43 വരെ മരുഭൂമിയിൽ ഇസ്രായേലിന്റെ അനുസരണക്കേടാണ് അവിടുത്തെ വിഷയം. മരുഭൂമിയിൽ ഇസ്രായേലിന്റെ അനുസരണക്കേട് സ്തെഫാനോസ് വിവരിച്ചു. അതിൽ 36-ാമത്തെ വാക്യം, മരുഭൂമിയിൽ അവനെ കൊണ്ട് അടയാളങ്ങൾ ചെയ്യിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. 37-ാമത്തെ വാക്യം, ദൈവം മോശയെ പോലെ ഒരു പ്രവാചകനെ അവരിൽ നിന്ന് എഴുന്നേൽപ്പിക്കുമെന്നും അവന്റെ വാക്ക്
കേൾക്കണമെന്നും മോശ കൽപ്പിച്ചു. ഇവിടെയാണ് അതിന്റെ ഇവരുടെ കാര്യത്തിലേക്ക് കയറണേ. അന്നു മുതൽ യഹൂദന്മാർ ഈ പ്രവാചകന് വേണ്ടി കാത്തിരുന്നു. അവൻ അവരുടെ ഇടയിൽ വന്നപ്പോൾ അവരെ തിരിച്ചറിഞ്ഞില്ല. ആരാണ് ആ പ്രവാചകൻ? കർത്താവായ യേശുക്രിസ്തുവാണ്. യോഹന്നാൻ 6:14, 7:40. അപ്പോ 37-ാം വാക്യത്തിൽ വന്നപ്പോഴാണ് മെല്ലെ 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 സ്തെഫാനോസ് കാര്യത്തിലേക്ക് കയറുന്നത്. 38, 39-ാം വാക്യം നോക്കൂ. ഇവിടെ വീണ്ടും മോശയെ കുറിച്ച് സ്തെഫാനോസ് പറയുന്നു. 7:38, 39. മരുഭൂമിയിലെ സഭ. അവർ മരുഭൂമിയിലായിരിക്കുമ്പോൾ മരുഭൂമിയിലെ സഭ എന്നതിന്റെ മൂലപദത്തിന് വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം എന്നാണ് അർത്ഥം. എക്ലീസിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മരുഭൂമിയിലെ സഭ, മരുഭൂമിയിൽ വിളിച്ചു ചേർക്കപ്പെട്ട കൂട്ടം. യേശുക്രിസ്തുവിന്റെ കാലം മുതൽ ഈ പദം യഥാർത്ഥ വിശ്വാസികളുടെ സംഘമായ ക്രിസ്തുവിന്റെ ശരീരമായ സഭ എന്ന അർത്ഥത്തിൽ മാത്രം ഉപയോഗിച്ചു വരുന്നു. ഇവിടെ മരുഭൂമിയിലെ സഭ എന്ന് ഉപയോഗിക്കുന്നത് പഴയ നിയമ സഭയെ ഉദ്ദേശിച്ചാണ്. സ്തെഫാനോസ് അവരെ അത് നന്നായിട്ട് പറഞ്ഞ് പഠിപ്പിക്കുക. സീനായി മലയിലെ ദൂതൻ എന്നൊരു പ്രയോഗമുണ്ട്. അതായത് ദൈവം ദൈവജനത്തിന് കൊടുക്കാനുള്ള സന്ദേശം മോശയ്ക്ക് നൽകി. സംഖ്യാപുസ്തകം 14:3. ഇതിനിടയ്ക്ക് അവർ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകാനായിട്ട് തീരുമാനിച്ച കാര്യം പറയുന്നു. സംഖ്യ 14:3. ഇനി 40 മുതൽ 43 വരെ നോക്കൂ. അവർ മരുഭൂമിയിലായിരിക്കുമ്പോൾ വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി. അവർ മരുഭൂമിയിൽ ആരാധിക്കാൻ തുടങ്ങി. കനാൻ നാട്ടിൽ ചെന്നിട്ടും അവർ ആരാധിക്കാൻ തുടങ്ങി. 44 മുതൽ 53 വരെയുള്ള വാക്യങ്ങളില് കനാനിൽ അവരുടെ അനുസരണക്കേടിനെ കുറിച്ചാണ് സ്തെഫാനോസ് പ്രസംഗിക്കുന്നത്. പിന്നെ 7:45 അവർ മരുഭൂമിയിലായിരുന്ന കാലമെല്ലാം സമാഗമന കൂടാരം അവർ ചുമന്നുകൊണ്ടുപോയി ഒടുവിൽ കനാനിൽ അത് സ്ഥാപിച്ചു. അത് ദാവീദിന്റെ കാലം വരെ അവിടെ ഉണ്ടായിരുന്നു എന്നിത്യാദി കാര്യങ്ങളെല്ലാം പ്രസ്താവിക്കുന്നു. 46, 47 വാക്യം. ദാവീദ് ദൈവത്തെ സ്നേഹിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്തു എന്ന് ദാവീദിനെ കുറിച്ച് പറയുന്നു. പിന്നെ ദാവീദ് സ്ഥിരമായൊരു ദൈവാലയം പണിയുന്നതിനെ കുറിച്ച് 1 ദിനവൃത്താന്തം 17:1 മുതൽ 14 വരെ. സ്തെഫാനോസിന്റെ പ്രസംഗത്തിന്റെ ദൈർഘ്യം നിങ്ങൾ നോക്കണം. പഴയ നിയമത്തിൽ ഇതുപോലെ എന്നതിന് പറയണേ. ശരിക്കും ഞാനിത് ശ്രദ്ധിച്ചു വന്നപ്പോഴാണ് സ്തെഫാനോസിന്റെ പ്രസംഗം നമ്മളൊക്കെ പഠിക്കേണ്ട പ്രസംഗമാണ്. വേദപുസ്തകത്തിന്റെ ഒരറ്റത്ത് നിന്ന് തുടങ്ങിയിട്ട് പഴയ നിയമം മുഴുവൻ സ്തെഫാനോസ് ചേർത്ത് പറഞ്ഞു. 17:1 മുതൽ 14 വരെയുള്ള കാര്യങ്ങൾ 46, 47 വാക്യങ്ങൾക്കകത്ത് അവൻ ഉൾക്കൊള്ളിച്ചു. 48 മുതൽ 50 വരെയാണ് കാര്യം. അവരുടെ കുറ്റം എന്താണെന്ന് സ്തെഫാനോസ് പറയുകയാണ്. സകലത്തിന്റെ ഈ സൃഷ്ടാവായ ദൈവത്തിന് തക്ക അവർ ആലയം പണിയുവാൻ ആർക്കും സാധ്യമല്ല. അത്യുന്നതനായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയത്തിൽ വസിക്കുന്നില്ല. നാം വസിക്കുന്ന ഈ ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണെന്ന് യെശയ്യാവ് പ്രവചിച്ച കാര്യം യെശയ്യാവ് 66:1-2. യെശയ്യാവ് 66:1-2. നാം വസിക്കുന്ന ഈ ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണെന്ന് യെശയ്യാവ് പ്രവചിച്ചു. ഈ കാര്യം പറഞ്ഞു. ആലയം പണിത ശലോമോൻ
മഹാനായ ദൈവത്തെ ഉൾക്കൊള്ളാൻ അപര്യാപ്തമാണെന്ന് അറിഞ്ഞിരുന്നു. 1 രാജാക്കന്മാർ 8:27. 1 രാജാക്കന്മാർ 8:27. ഇതാണ് സ്തെഫാനോസിന്റെ പേരിലുള്ള കുറ്റം. എന്താണ് സ്തെഫാനോസ് ചെയ്ത കുറ്റം? ഇവര് സ്തെഫാനോസിന്റെ പേരിൽ ചുമത്തിയ കുറ്റം എന്ന് പറയുന്നത് ദൈവാലയത്തിനെതിരെ സംസാരിച്ചതാണ് കുറ്റം. എന്താണ് ദൈവാലയത്തിനെതിരെ സംസാരിച്ചത്? അതാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവത്തിന് തക്ക ഒരാലയം പണിയുവാൻ ആർക്കും സാധ്യമല്ല. അതവർക്ക് കൊണ്ടു. ഭൂമി ദൈവത്തിന്റെ പാദപീഠമാണ് എന്ന് യെശയ്യാവ് പ്രവചിച്ചു. ആലയം പണിത ശലോമോൻ താൻ പണിത ആലയം വലിയവനായ ദൈവത്തെ ഉൾക്കൊള്ളാൻ അപര്യാപ്തമാണെന്ന് അറിഞ്ഞിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 8:27. ചുരുക്കത്തിൽ യെരൂശലേം ദൈവാലയം അപ്രസക്തമാക്കിക്കൊണ്ട് സ്തെഫാനോസിന്റെ വാക്കുകൾ വായിൽ നിന്ന് വീണപ്പോൾ അവർ കുറ്റം കണ്ടുപിടിച്ചു. 6:13 വാക്യം വായിക്കുമ്പോൾ കാണാം സ്തെഫാനോസിന്റെ പേരിൽ അവർ ആരോപിച്ച കുറ്റം. യഥാർത്ഥത്തിൽ അവിടെ സ്തെഫാനോസ് ഒരു കുറ്റവും ഒന്നും പറഞ്ഞില്ല, വസ്തുത പറഞ്ഞു. പറഞ്ഞ വസ്തുത കുറ്റമായി മാറി. അത് മതവിരുദ്ധമായി മാറി. എന്നാൽ അത് വ്യാജ പ്രചരണമായിരുന്നു. ഇപ്പോ വടക്കേ ഇന്ത്യയില് ധാരാളം സുവിശേഷകരെ മതപരിവർത്തനത്തിന്, നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞ് ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തി ജയിലിലടയ്ക്കുകയാണ്. സത്യം മറ്റൊന്നാണ്. ഒരു നിർബന്ധം ഉണ്ടായിട്ടില്ല, ഒരു നിർബന്ധിത മതപരിവർത്തനം നടത്തിയിട്ടില്ല. പാസ്റ്റർമാരാണോ അറസ്റ്റ് ചെയ്യുക, കൊണ്ടുപോവുക, ജയിലിലിടുക. അച്ഛന്മാരാണോ അവരെ കൊണ്ട് അടിക്കുക, അവരെ കൈവയ്ക്കുക. എന്നിട്ട് കേരളത്തിൽ വന്ന് എല്ലാവരും തോളത്ത് കൈയിട്ട് ഇവിടെ ഒന്നാന്ന് പറയുക. ഇതുപോലെയുള്ള വ്യാജം. ഇത് തന്നെയായിരുന്നു സ്തെഫാനോസിന്റെ മേൽ ഇവർ ആരോപിച്ച വ്യാജം. രണ്ടാമത്തെ തെറ്റ്, സ്തെഫാനോസ് മോശയ്ക്കെതിരെ സംസാരിച്ചു എന്നുള്ളതാണ്. 6:13 വാക്യം വായിക്കുമ്പോൾ അവിടെയും കാണാം. അവരും അവരുടെ പിതാക്കന്മാരും മോശയെ നിരസിച്ചു, അനുസരിക്കാതിരുന്നു എന്ന് സ്തെഫാനോസ് തെളിയിച്ചു. ആ തെളിയിച്ചത് കുറ്റമായി പോയി. മോശയ്ക്കെതിരെ സംസാരിച്ചു എന്നായി. അൻപത്തിയൊന്നാമത്തെ വാക്യം. അൻപത്തൊന്നാമത്തെ വാക്യത്തിൽ എന്താണ്? തനിക്കെതിരെ ആരോപണം ഉയർത്തിയവർക്കെതിരെ അവൻ ആരോപണം ഉയർത്തി. അവരവനെ കൊല്ലുമെന്നറിയാമായിരുന്നിട്ടും അവൻ ധൈര്യപൂർവം അവനോട് സംസാരിച്ചു. കൊല്ലുമെന്ന് സ്തെഫാനോസിനറിയാം. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഏതായാലും മരിക്കും. മരണം നമ്മൾക്കുണ്ട്. മരിക്കുകയാണെങ്കിൽ ഒന്ന്, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഒരവസരം കിട്ടിയാൽ അങ്ങനെ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ മരിക്കാൻ സാധിക്കണം. ഒന്നുകിൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ക്രിസ്തുവിന് വേണ്ടി മരിക്കണം, സുവിശേഷത്തിന് വേണ്ടി മരിക്കണം. അല്ലെങ്കിൽ ക്രിസ്തുവിലെങ്കിലും മരിക്കണം, ക്രിസ്തുവിന്റെ കൂടെ ജീവിച്ച് മരിക്കണം. പാപത്തിൽ ജീവിച്ച് നരകത്തിൽ പോകുന്നതിനേക്കാൾ ക്രിസ്തുവിനോടുകൂടി ജീവിച്ച് നിത്യത സ്വന്തമാക്കുന്നത് ജീവിതത്തിലെ ഭാഗ്യമാണ്. 7:52 വരുവാനുള്ള നീതിമാനെ കുറിച്ച്, അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരെല്ലാം
അവരുടെ പ്രവാചകന്മാരെ എല്ലാം അവരുടെ പൂർവികർ കൊന്നു. പച്ചനെ വിളിച്ചു പറഞ്ഞു, അവരുടെ പൂർവികരെല്ലാം അവരെ കൊന്നു. വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാരെ കൊന്നു. മത്തായി 23:37, ലൂക്കോസ് 13:34. മശിയ വന്നപ്പോഴാകട്ടെ അവനെയും കൊന്നു. ആ പറയുന്ന നീതിമാൻ കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. അവനെയും കൊന്നു. ഏഴിന്റെ 53 ദൈവം നൽകിയ ന്യായപ്രമാണം അവർക്കുണ്ടായിരുന്നു. എങ്കിലും അതും അവർ അനുസരിച്ചില്ല. ഇത്രയും ആയപ്പോഴേക്കും 54 തങ്ങൾ കൊലപാതകന്മാരാണെന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ പൂർവികർ പ്രവാചകന്മാരെ കൊന്നു. ഏറ്റവും ഒടുവിൽ അവർ ചൂണ്ടിക്കാണിച്ച ആ നീതിമാനെയും നിങ്ങൾ കൊന്നു. ഇത് പറഞ്ഞു കേട്ടതോടുകൂടി സംഘാംഗങ്ങളെല്ലാം കോപാകുലരായി. 7:55 അവരുടെ കോപം കണ്ട് സ്തെഫാനോസ് ഭയപ്പെട്ടുവോ? ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ കോപം കൊണ്ട് സ്തെഫാനോസിന് ഒരു ചലനവും ഉണ്ടായില്ല. സ്തെഫാനോസ് അനങ്ങിയില്ല. അവനൊരു ഭയവും ഉണ്ടായില്ല. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി. പ്രതിസന്ധികൾ 4 പാടും ആത്തിരമ്പി വരുമ്പോൾ ദൈവമക്കളെ അത്യുന്നതങ്ങളിലേക്ക് ശിരസ്സുയർത്തണം. സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യകരങ്ങളിലേക്ക് നോക്കുന്നതിനേക്കാൾ നമുക്ക് ചുറ്റും സൈന്യത്തെ അയച്ച് രക്ഷിപ്പാൻ കഴിയുന്ന കർത്താവിങ്കിലേക്ക് നോക്കണം. അവരുടെ കോപം കണ്ട് സ്തെഫാനോസ് നെഞ്ചു വിരിച്ചു നിന്നു. അവൻ സ്വർഗത്തിലേക്ക് നോക്കി. ദൈവം മഹത്വം സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ കണ്ടു. തന്നെയല്ല, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു കർത്താവ് നിൽക്കുന്നതും കണ്ടു. അതങ്ങോട്ട് കണ്ടതോടുകൂടി സ്തെഫാനോസ് ആഹ്ലാദ ചിത്തനായി. അവനങ്ങ് ആനന്ദിച്ച് നൃത്തം ചവിട്ടാൻ തുടങ്ങി. അവന് ഭയങ്കര ആനന്ദമായി. അവന് മനസ്സിലായി, ഞാനും അധികം വൈകാതെ എന്റെ കർത്താവ് ഇരിക്കുന്നിടത്ത് ചെല്ലും. നമ്മൾ ആ ഭാഗം ധ്യാനിക്കുമ്പോൾ സ്തെഫാനോസിന്റെ ധൈര്യവും ആവേശവും എല്ലാം വർദ്ധിക്കാൻ കാരണം ഒരുപക്ഷേ ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് സ്തെഫാനോസിനെ നോക്കി എഴുന്നേറ്റ് നിൽക്കുന്ന കർത്താവിന്റെ ദർശനം, 2 കൈയും നീട്ടി മോനെ ഇങ്ങ് പോരെ എന്ന് വിളിക്കുന്ന ആ ദർശനം. യേശുവിന് വേണമെങ്കിൽ അവരെ രക്ഷിക്കാൻ പാടില്ലാത്തതുകൊണ്ടല്ലോ. അവിടെ രക്ഷാ കവചം ഒരുക്കി. എങ്ങനെ ഒരുക്കി? അവനെ ഈ മണ്ണിൽ നിന്നും മാറ്റി. അവൻ സ്തെഫാനോസ് അധികം ഒന്നും പ്രസംഗിച്ചില്ല. പക്ഷെ ഒറ്റ പ്രസംഗം വേദപുസ്തകം മുഴുവൻ പ്രസംഗിച്ചു. ദൈവിക ചരിത്രം, ദൈവ സത്യം മുഴുവൻ അവൻ വിളിച്ചു പറഞ്ഞു. ദൈവഭാഗത്ത് താൻ ഇരിക്കുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞിരുന്നു. ഞാൻ പോകും നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തും. ലൂക്കോസ് 22:69. പ്രൈസ് ദി ലോർഡ്.
56 വാക്യം നോക്കൂ. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, വിസ്താരമായി തുറന്നിരിക്കുന്നു എന്നാണ് മൂലഭാഷയിൽ അതിനെക്കുറിച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു. അതിന് മൂലഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ളത് വിശാലമായി തുറന്നിരിക്കുന്നു എന്നാണ്. സ്വർഗം തുറക്കുന്നത് ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിനെ കാണിക്കുന്നു. മത്തായി 3:16 അവിടെ നമുക്ക് അങ്ങനെ കാണാം. സ്വർഗം തുറക്കുന്നത് ദൈവത്തിന്റെ നേരിട്ടുള്ള ഇടപെടലിനെയാണ് കാണിക്കുന്നത്. മത്തായി 3:16, യോഹന്നാൻ 1:51, വെളിപ്പാട് 4:1 ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാണാം സ്വർഗം തുറന്നിരിക്കുന്നത്. വെളിപ്പാട് 4 സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. യോഹന്നാനെ ഇവിടെ കയറി വരിക എന്ന് പറയുന്ന ശബ്ദം കേൾക്കാം. സ്വർഗം തുറന്നതായി കണ്ട ചിലരെ നമുക്ക് വേദപുസ്തകത്തിൽ പരിചയപ്പെടാം. സ്വർഗം തുറന്നതായി കണ്ട ചില വ്യക്തികൾ, സ്വർഗം തുറന്നതായി കണ്ടവർ. ഒന്ന്, യേശു, മത്തായി 3:16-17. 2, സ്തെഫാനോസ്, പ്രവൃത്തി 7:56. 3, പത്രോസ്, പ്രവൃത്തി 10:11. 4, യോഹന്നാൻ, വെളിപ്പാട് 4:1-2, 19:11. ഇവിടെ മനുഷ്യപുത്രൻ എന്നൊരു പ്രയോഗമുണ്ട്. മനുഷ്യപുത്രൻ 56 വാക്യത്തിൽ 7:56. മനുഷ്യപുത്രൻ എന്ന പദം സുവിശേഷങ്ങൾക്ക് പുറമെ ഇവിടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി ആ പദം ഉപയോഗിച്ചിട്ടുള്ളതെല്ലാം സുവിശേഷങ്ങളിലാണ്. യേശുക്രിസ്തുവിന്റെ മഹത്വത്തെയാണ് ഈ പ്രയോഗം കാണിക്കുന്നത്. മഹത്വീകരിക്കപ്പെട്ട കർത്താവ് വീണ്ടും 2 പ്രാവശ്യവും കൂടി ഭൂമിയിലുള്ള മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നു. മഹത്വീകരിക്കപ്പെട്ട, പുനരുത്ഥാനം ചെയ്ത ഉദ്ധിതനായ കർത്താവ് 2 പ്രാവശ്യവും കൂടി ഭൂമിയിലുള്ള മനുഷ്യർക്ക് വെളിപ്പെടുത്തുന്നു. ഒന്ന്, ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ദമസ്കോസിലേക്ക് പോയ ശൗവലിന്. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ദമസ്കോസിലേക്ക് പോയ ശൗവലിന്, പ്രവൃത്തി 9:4-6 വരെ. 2, പത്മോസ് ദ്വീപിൽ യോഹന്നാന്, വെളിപ്പാട് 1:12-16. 57 വാക്യത്തിലേക്ക് വന്നപ്പോഴേക്കും അവരുടെ മുഴുവൻ നിയന്ത്രണവും വിട്ടു. 57-58 വാക്യം നോക്കുമ്പോ ഇതൊന്നും കേൾക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല. കരം കൊണ്ട് ചെവി പൊത്തി, 2 കൈ കൊണ്ടും ചെവി പൊത്തിക്കൊണ്ട് അവർ അവന്റെ നേരെ പാഞ്ഞു ചെന്നു. പ്രത്യേകം ശ്രദ്ധിച്ചോളണം, ദർശനം കണ്ടതിന് ശേഷം ഇവന്റെ വാക്കുകൾ അവരിൽ അത്രമാത്രം അസഹിഷ്ണുത ഉളവാക്കിയപ്പോൾ 2 കൈ കൊണ്ടും ചെവി പൊത്തി അവന്റെ നേരെ പാഞ്ഞു ചെന്നു. കല്ലെറിയുവാൻ സൗകര്യം ലഭിക്കേണ്ടതിന് അവനെ പട്ടണത്തിന്റെ വെളിയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. കല്ലെറിയുന്നത് പട്ടണത്തിന് പുറത്തു വെച്ചായിരിക്കണം.
ഈ ഒരു കാര്യത്തിൽ മാത്രം അവർ ന്യായപ്രമാണം അനുസരിച്ചു. ലേവ്യാപുസ്തകം 24:14 വാക്യവും സംഖ്യാപുസ്തകം 15:35 വാക്യവും ലേവ്യാപുസ്തകം 24:16 സംഖ്യാപുസ്തകം 15:35 അനുസരിച്ച് ന്യായപ്രമാണം പ്രകാരം അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. ഈ ഒരു കാര്യത്തിൽ മാത്രം അവർ ന്യായപ്രമാണം അനുസരിച്ചു. ദൈവദൂഷകനെ കല്ലെറിയണമെന്ന് വിധിച്ചിരുന്നു. ലേവ്യാപുസ്തകം 24:16 ദൈവദൂഷണം പറയുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലണം. സ്തെഫാനോസിന്റെ യജമാനനെ പോലെ. ആരാണ് സ്തെഫാനോസിന്റെ യജമാനൻ? കർത്താവായ യേശുക്രിസ്തു. സ്തെഫാനോസിന്റെ യജമാനനെ പോലെ യെരുശലേമിന് പുറത്തു വെച്ച് അവൻ കഷ്ടം അനുഭവിച്ചു. യേശു അങ്ങനെയായിരുന്നല്ലോ. യോഹന്നാൻ 19:17 യോഹന്നാൻ 19:17 എബ്രായർ 13:12 വായിക്കുമ്പോൾ നമുക്ക് കാണാം, കർത്താവിനെ അവർ പാളയത്തിന് പുറത്ത്, യെരുശലേമിന് പുറത്ത് കൊണ്ടുപോയി അവനെ ക്രൂശിച്ച് കൊന്നു. സ്തെഫാനോസിനെയും പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. വാക്യം 58 അവനെ നഗരത്തിന് തള്ളി പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗവൽ എന്നു പേരുള്ള ഒരു ബാല്യക്കാരന്റെ കാൽക്കൽ വെച്ചു. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം, പ്രമാണം അനുസരിച്ച് ആദ്യം കല്ലെറിയുന്നത് സാക്ഷികളാണ്. അതുകൊണ്ട് കല്ലേർ ആരംഭിച്ചത് സാക്ഷികളാണ്. എന്തിന്റെ സാക്ഷികൾ? ഇവന്റെ കുറ്റത്തിന് സാക്ഷ്യം പറഞ്ഞവർ, ഇവൻ ചെയ്ത കുറ്റം ശരിയാണെന്ന് സമർത്ഥിച്ചവർ ആദ്യം കല്ലെറിയണമായിരുന്നു. സാക്ഷികൾ എന്ത് ചെയ്തു? അവന്റെ വസ്ത്രം ശൗവലിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. പിന്നെ നമ്മൾ ഈ ശൗവലിനെ കാണുന്നത് 13:9 അപ്പോസ്തലപ്രവൃത്തികൾ 13:9. എന്തായാലും ശൗവൽ സ്തെഫാനോസിന്റെ സാക്ഷ്യം കേട്ടു എന്നതിന് തർക്കമില്ല. കാരണം സാക്ഷികളാണ് ആദ്യം കല്ലെറിയേണ്ടത്. അവരുടെ വസ്ത്രം സൂക്ഷിപ്പുകാരനായിരുന്നു ശൗവൽ. എങ്കിലും ആ കൊലയ്ക്ക് താൻ സമ്മതം നൽകി എന്നതിന് തർക്കമില്ലല്ലോ. ഈ സമയത്ത് ഏകദേശം പൗലോസിന് 30 വയസ്സ് പ്രായം കാണും. വ്യാഖ്യാതാക്കൾ പറയുന്നത് അങ്ങനെയാണ്. ഏകദേശം 30 വയസ്സ് പ്രായം ഈ സമയത്ത് പൗലോസിനുണ്ടായിരുന്നു എന്നാണ്. സാക്ഷികളാണ് ആദ്യം കല്ലെറിയേണ്ടത് എന്ന് ആവർത്തനം 17:7 വായിക്കുമ്പോൾ നമുക്കറിയാം. സാക്ഷികളാണ് ആദ്യം കല്ലെറിയേണ്ടത്. ആവർത്തനം 17:7. അതിനുവേണ്ടി അവരുടെ മേലങ്കിക്ക് ഊരി ശൗവലിനെ അവർ ഏൽപ്പിച്ചു. മൂലഭാഷയിൽ അതിനുപയോഗിച്ചിരിക്കുന്നത് അവർ അവനെ കല്ലെറിഞ്ഞുകൊണ്ടേയിരുന്നു എന്നാണ്. അവർ അവനെ കല്ലെറിഞ്ഞുകൊണ്ടേയിരുന്നു. തൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച് അവൻ തൻ്റെ ആത്മാവിനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. വിട്ടുപിരിഞ്ഞാൽ വിശ്വാസി കർത്താവിനോട് കൂടിയാണ്. ഇവിടം വിട്ടാൽ ഒരു ദൈവ പൈതൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, കർത്താവിന് വേണ്ടി നിന്നൊരു ദൈവ പൈതൽ ഇവിടം വിട്ടാൽ, പ്രൈസ് ദി ലോർഡ്, ഇവിടം വിട്ടാൽ കർത്താവിനോട് കൂടെയാണ്. ചിലരൊക്കെ പറയുമായിരിക്കും, ചുറ്റിക്കറങ്ങും, അതിലെ വരും, ഇതിലെ വരും, സ്വപ്നത്തിൽ വരും. അതൊന്നും വേദപുസ്തകത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഒന്നും പിറകെ പോയി നേരം കളയണ്ട.
ദൈവമക്കളെ, ഇവിടം വിട്ടാൽ ഒരു ദൈവ പൈതൽ നേരെ കർത്താവിന്റെ അടുക്കലാണ്. രണ്ട് കൊരിന്ത്യർ ലേഖനം 5:8 വാക്യം, 2 കൊരിന്ത്യർ 5:8, ഫിലിപ്പിയർ 1:23 ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ചേരുക. വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോട് കൂടെ, വിട്ടുപിരിഞ്ഞാൽ കർത്താവിനോട് കൂടെ. വിട്ടുപിരിഞ്ഞാൽ ഈ ലോകത്ത് വീണ്ടും ഉണ്ടെന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനും പഠിപ്പിക്കാനും സാധിക്കില്ലല്ലോ. പഴയ നിയമത്തിലെ ഭക്തനായ സഖരിയാവിനെയാണ് കല്ലെറിഞ്ഞു കൊന്നത്. പഴയ നിയമഭക്തനായ സഖരിയാവ് കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടപ്പോൾ സഖരിയാവ് എങ്ങനെ പ്രാർത്ഥിച്ചെന്നറിയാമോ? യഹോവ നോക്കി പകരം വീട്ടട്ടെ എന്നാണ്. പഴയ നിയമകാലത്ത് സഖരിയാവ് കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടപ്പോൾ യഹോവ നോക്കി പകരം വീട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 2 ദിനവൃത്താന്തം 24:22. 2 ദിനവൃത്താന്തം 24:22. എന്നാൽ സ്തേഫാനോസ് അങ്ങനെയല്ല പറഞ്ഞേ. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ സ്തേഫാനോസ് എന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ. 60 വാക്യം. കർത്താവേ, അവർക്ക് ഈ പാപം നിർത്തരുതേ. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം, ക്രിസ്തു വരുത്തിയ വ്യത്യാസമാണിത്. ഈ പ്രാർത്ഥനയുടെ മറുപടിയായിരിക്കാം ശൗവലിന്റെ മാനസാന്തരം. സ്തേഫാനോസിന്റെ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടിയായിരിക്കാം വസ്ത്രസൂക്ഷിപ്പുകാരനായ, സാക്ഷികളുടെ വസ്ത്രം സൂക്ഷിച്ച ശൗവലിന് കിട്ടിയ മാനസാന്തരം. സ്വർഗം നേരിട്ട് ഇടപെടുകയല്ലേ ചെയ്തേ. കർത്താവ് വഴിയിൽ വെച്ച്, ദമസ്കോസിൽ വെച്ച് നേരിട്ട് ഇടപെട്ട് ശൗവലിനോട് സംസാരിച്ചു. സ്തേഫാനോസിന്റെ പ്രാർത്ഥന കേട്ട് ദൈവം സ്തേഫാനോസിന്റെ കുറവ് പൗലോസിലൂടെ നികത്തി. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ലാസ്റ്റ് വാക്യം. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. ക്രിസ്തീയ രക്തസാക്ഷിത്വത്തിന്റെ രജതരേഖ. നിദ്ര പ്രാപിച്ചു എന്നാണ്, മരിച്ചു എന്നല്ല. നിദ്ര പ്രാപിച്ചു. വിശ്വാസിയുടെ മരണം ഒരു നിദ്രയാണ്. സെമിത്തരി എന്ന വാക്കിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? സെമിത്തരി എന്ന വാക്കിന്റെ അർത്ഥം ഉറക്കറ. സെമിത്തരി എന്ന വാക്കിന്റെ അർത്ഥം ഉറങ്ങുന്ന സ്ഥലം എന്നാണ്. സ്ലീപ്പിംഗ് പ്ലേസ് എന്നാണ് അർത്ഥം. ശരീരമാണ് ഉറങ്ങുന്നത്, ആത്മാവ് ഉറങ്ങുന്നില്ല. ശരീരത്തിന്റെ ഉണർച്ച കാത്തുകൊണ്ട് കർത്താവിനോട് കൂടി ആത്മാവ് വിശ്രമിക്കുന്നു. അതാണ് അതിന്റെ പ്രയോഗം. ശരീരം കല്ലറയ്ക്കകത്ത് ഉറങ്ങുന്നു, ആത്മാവ് കർത്താവിന്റെ അടുക്കൽ വിശ്രമിക്കുന്നു. ആത്മാവ് കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ശരീരം ഉണരാൻ. ശരീരം ഉണരുമ്പോൾ ആത്മാവ് ആ ശരീരത്തെ പ്രാപിക്കും. അതാണ് മഹത്വ ശരീരം. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് അടുത്ത ദിവസം മാതൃകാപരമായ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ചിന്തിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയെ സ്നേഹിച്ച, അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ച, നമ്മെ ചെറുപ്പത്തിൽ തന്നെ ചോരയും നീരുമുള്ള കാലത്ത് എൻ്റെ ജീവിതം നിനക്ക് വേണ്ടി ഒഴിച്ചതാണ്. പാനീയാഗമായി ഒഴിക്കപ്പെട്ടു. സ്തേഫാനോസിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതും ചിന്തിച്ചതും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കണം. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരിക. യുമേ, ഞങ്ങൾക്കും നിന്റെ വചനത്തിൽ നിന്ന് ഇതുപോലെ സംസാരിക്കാൻ, അനേകരെ രൂപാന്തരപ്പെടുത്താൻ, ഞങ്ങളുടെ ജീവിതം അനേകർക്കൊരു മാതൃകയായിരിക്കാൻ, ഞങ്ങൾ മരിച്ചാലും ജീവിക്കേണ്ടതിന് കൃപ തന്ന് സഹായിക്കും. തന്റെ ഭക്തന്മാർ മരിച്ചാലും ജീവിക്കും. സ്തേഫാനോസ് മരിച്ചു,
എന്നാൽ ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ ഹൃദയത്തിൽ സ്തെഫാനോസ് ജീവിക്കും. നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഫലകരമായ വിലയേറിയ ഒരു ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.